നമ്മുടെ വാഴക്കന്നൊക്കെ നടാൻ വേണ്ടി മരുന്നിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലിനി നമ്മളൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. നടുന്നതിൻ്റെ മുമ്പ് ഈ വാഴയിലൊക്കെ നമ്മുടെ ഒരു ചെറിയ കണ്ണ് കണ്ടില്ലേ, പുതിയ മുകുളം വരാനുള്ള, കന്ന് വരാനുള്ള ആ ഒരു ഇതാണ് കാണുന്നത്. അതെല്ലാം നമ്മൾ കത്തിയെടുത്ത് ചെത്തിക്കളയണം. അതല്ലെങ്കിൽ ചെത്തിയിട്ടില്ലെങ്കിൽ വാഴ പൊടിയുന്നതോടുകൂടെ അവനും പൊടിയും. വാഴക്കന്നിൻ്റെ ഒപ്പം വേറൊരു തൈയും കൂടെ പൊടിയും. പിന്നെ അതെല്ലാം കൊത്തി കളയാനൊക്കെ പ്രയാസമാവും. അപ്പോൾ ചിലതിനൊക്കെ ആ കണ്ണ് വരുന്നുണ്ട്, നമ്മൾ ചെത്തി കളയണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ചെത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ, എന്നാലും ആ മേലെ ഭാഗം ഒന്ന് ചെത്തി കൊടുക്കാം. ഈ മേലൊന്ന് കർണാടകയിൽ നിന്ന് ഇറക്കുന്ന കന്നിന് സ്വാഭാവികമായിട്ടും ഇത് ഉള്ളതാണ്. നമ്മുടെ നാട്ടിലത്തെ കന്നിന് ഉണ്ടല്ലോ, ഇതിനെ കണ്ടോ, ഇത് ചെത്തിയിട്ടുണ്ട്. 1 2 3. ഇല്ലെങ്കിൽ ഇത് ആദ്യം ഇങ്ങോട്ട് ഇവിടുന്നും പൊടിയും, വാഴയും പൊടിയും, അതിൻ്റെ ഒപ്പം തന്നെ കന്നും പൊടിയും. അങ്ങനെ ആകുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളാണ്. അത് കൃത്യമായി ചെത്തിക്കളയുക. ഇത് മൊത്തം ചെത്തിക്കളയുന്നത് നല്ലതാണ്. വേരൊക്കെ കർണാടകയിലൊക്കെ അങ്ങനെ ചെയ്യാറ്. ചെത്തി മിനുക്കി വെളുപ്പിച്ചിട്ടാണ് അവർ നടാറ്. നമ്മളെ ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതെന്താ വെച്ചാൽ അതിനെന്തെങ്കിലും കേട്, അകത്തിന് പൂക്കേടോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. മൊത്തം ചെത്തി വെളുപ്പിക്കും. അങ്ങനെ ചെയ്ത് നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ നല്ലതാണ്. മെയിനായിട്ട് ഈ കന്നുകൾ ചെത്തിക്കളയണം. അപ്പോൾ വാഴ വെക്കുന്നതിൻ്റെ മുന്നേ നമ്മളതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ 2 ദിവസം മുമ്പ് മരുന്നിൽ മുക്കി വെച്ചതാണ്. ഇന്ന് മുതൽ നടാൻ തുടങ്ങുകയാണ്.